ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നയനെ തിരിച്ചു വന്നത് ഒട്ടും സഹിക്കാൻ വയ്യാതെ മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ജലജ. ആ സമയത്ത് അഭി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അമ്മേ, നമ്മുടെ സന്തോഷങ്ങൾക്കൊന്നും ഒരുപാട് ആയുസൊന്നും ഇല്ലാതെ പോയല്ലോ എന്ന് പറയുന്നുണ്ട്. അതേടാ, അവൾ തിരിച്ചു വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇവിടെ നിന്നുള്ളവരെല്ലാവരും സാധാരണ ഇവളെ വിളിക്കാൻ പോകുന്ന ഈ പ്രാവശ്യം അങ്ങനെ പോകുന്നില്ലല്ലോ എന്നോർത്ത് ആശ്വസിച്ചിരുന്നപ്പോഴല്ലേ അവൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ജലജ. അന്നേരം അഭി പറയും, എന്തായാലും അവൻ കാരണം എനിക്ക് ആകെ പ്രശ്നമാണ്. കമ്പനിയിലാണെങ്കിൽ മൊത്തം തരികയുടെ പ്രശ്നങ്ങൾ നടത്തിയ കാരണം എനിക്കിപ്പം അവിടെ പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നല്ല കമ്പനിയിൽ നിന്നും എല്ലാം പുറത്താകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിലും വലിയൊരു പ്രശ്നം എൻ്റെ തലയിൽ വീണ്ടും വന്ന് കയറിയിട്ടുണ്ടെന്നൊക്കെ പറയും. അതെന്താണെന്ന് ജലജ ചോദിക്കുമ്പോൾ അതൊന്നും അമ്മ അറിയണ്ട, അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ കൂടുതൽ വിഷമിക്കത്തേ ഉള്ളെന്നൊക്കെ പറയുമ്പോഴത്തേനും ജലജയ്ക്ക് ആകെ ടെൻഷനാകുന്നുണ്ട്. എന്തായാലും ആദർശിനെ കണ്ടുപഠിക്കുന്നു പറഞ്ഞാൽ എന്നെ ചെറുപ്പം തൊട്ടേ എല്ലാവരും ഇങ്ങനെ ഫോഴ്സ് ചെയ്തിക്കൊണ്ടിരുന്നത്. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഈ പ്രാവശ്യം അവനിട്ടൊരു കെണി വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അതെന്താ നിനക്ക് എന്നോടുകൂടെ പറഞ്ഞായിരുന്നു, എന്നാലും അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യങ്ങളൊന്നും അങ്ങനെ വിജയിക്കത്തില്ലെന്ന് പറയും. എടാ, നമ്മൾ സെപ്പറേറ്റ് ഓരോ പരിപാടി നടത്തുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. അതുകൊണ്ട് നീ എന്നോടുകൂടെ പറഞ്ഞിട്ട് ചെയ്യാൻ പറയും. അതൊന്നും ഇപ്പോൾ അമ്മ അറിയണ്ട. എന്തായാലും അവനിട്ടുള്ള ഒരു വലിയ പണി തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് അഭി പറയുന്നുണ്ട്. അനാമയ്ക്കും ഇതുപോലെ തന്നെ നയന വന്നത് സഹിക്കാൻ പറ്റില്ലാഞ്ഞിട്ട് ജലജയോട് പറയുന്നുണ്ട്. എന്നാലും അവൾ തിരിച്ചു വന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ അപ്പച്ചിന്നൊക്കെ. ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. നയനയോട് ഉടനെ തന്നെ അനാമിക കയറി അങ്ങ് കോർക്കുന്നുണ്ട്. ഉടനെ പറയും, നീ ഇങ്ങോട്ട് വന്നത് നേരായ ചൊവ്വയൊന്നും അല്ലല്ലോ, എന്നിട്ട് നീ ഇവിടെ എല്ലാവരെയും അടക്കി ഭരിക്കുകയാണ് എന്നൊക്കെ പറയും. ഞാൻ നേരായ വഴിയാണ് വന്നത് എന്നൊന്നും നീ തിരക്കേണ്ട ആവശ്യമില്ല, നീ പിന്നെ എല്ലാം കൊണ്ടും തികഞ്ഞവളാണല്ലോ എന്നൊക്കെ പറയും നയന. എനിക്കെന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ. ഉടനെ ജലജയും പറയും, നിന്നെപ്പോലൊക്കെ മുഖവും മറച്ചുകൊണ്ട് അല്ലടി ഇവൾ ഇങ്ങോട്ട് കയറി വന്നത്. മോള് എല്ലാവരും വന്ന പോലെ തന്നെ നല്ല രീതിയിൽ ഒരു മരുമകൾ കയറി വരേണ്ട പോലെ തന്നെയാണ് വന്നെന്നൊക്കെ പറയും. അവൾ വന്നതിൻ്റെ വിശേഷമൊന്നും പറയാതിരിക്കുന്ന നല്ലതെന്നൊക്കെ പറയും. നിൻ്റെ അനിയത്തിയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേടി നീ നോക്കുന്നത്. നിങ്ങൾ മൂന്നെണ്ണത്തിനെയും കൂടി ഇങ്ങോട്ട് കടത്തി വിടാനായിട്ട് നിൻ്റെ അച്ഛനും അമ്മയും കൂടെ ഓരോ പ്ലാൻ ഒപ്പിക്കുന്നതല്ലേ നിന്നെ ഇപ്പം അവിടെ പിടിച്ചു നിർത്തിയെന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോഴത്തേനും നയനയ്ക്ക് ശരിക്കും അങ്ങ് ദേഷ്യം വരും. നയന പറയും, ഞങ്ങൾ എൻ്റെ അനിയത്തി ഇങ്ങോട്ട് കയറ്റി വിടണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അനിയത്തി ഇപ്പോൾ അനിയുടെ ഭാര്യയായിട്ട് ഇവിടെ കൊണ്ടേനെ, ഞങ്ങളങ്ങനൊന്നും ചിന്തിക്കാഞ്ഞിട്ടാ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അനാമികയ്ക്കിട്ട് നാലെണ്ണം പറഞ്ഞിട്ടാണ് നയന ഞാൻ കയറി പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് നയനെ നവ്യെ ഫോൺ ചെയ്യുന്നതാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി അവിടെ ചെന്നിട്ട് എങ്ങനെയായി, എല്ലാ പ്രശ്നവും സോൾവ് ആയോ എന്നൊക്കെ ചോദിക്കും. ഇവിടെ വന്നു കഴിഞ്ഞപ്പം പ്രശ്നമൊക്കെ മാറി. പിന്നെ ഇവിടെ 2-3 പേരുണ്ടല്ലോ ഇതൊന്നും അറിയാതെ ഇരിക്കുന്നവർ, അവർക്ക് മാത്രമേ ഉള്ളൂ ഇച്ചിരി പ്രശ്നമെന്നൊക്കെ പറയും. നിൻ്റെ അമ്മായിയമ്മയും അനാമികയുടെ അമ്മായിമ്മയൊക്കെയാണെന്ന് പറയും. എന്ന് പറയും, എൻ്റെ അമ്മായിമ്മയ്ക്കുള്ള പണി ഞാൻ കൊടുത്തോളാം, അവർക്കല്ലെങ്കിൽ ഇച്ചിരി കുഴപ്പമുണ്ട്, അവർ ഈയിടെയായിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല, ഞാൻ ഇങ്ങോട്ട് പോകുന്നത് പിന്നെ അവർ വിളിച്ചേ ഇല്ല, അപ്പോൾ അവർക്കൊട്ടൊരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. മോൾ ധൈര്യമായിട്ട് അവിടെ ഇരുന്നു, ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയും. നവി അന്നേരം തന്നെ ജലജ വിളിക്കുന്നുണ്ട്. അപ്പം ജലജ ചോദിക്കുന്നുണ്ട്, ഇവൾ എന്നാ എടുക്കാൻ എന്നെ വിളിക്കുന്നു വെച്ച് ഹലോ എന്ന് വെക്കുന്ന ഉടനെ നവ്യ പറയും, ഈ സൗണ്ടൊക്കെ ഓർമ്മയുണ്ടോ എന്ന് പറയും. അതിന് മാത്രം ഓർത്ത് വെക്കാനുള്ള സൗണ്ടൊന്നും അല്ലല്ലോ ഇതൊക്കെ എന്ന് ജലജയും പറയുന്നുണ്ട്. എന്നാലും നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ വിളിച്ചതാണ്, ഞാൻ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ പേരിന് വേണ്ടിയൊന്നും പോലും വിളിച്ചില്ലല്ലോ എന്ന് പറയും. അതിനെന്താ, അത് കഴിഞ്ഞിട്ട് എൻ്റെ മോനെ എപ്പോഴും വിളിക്കുന്നൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അതല്ല, വിഷുവിൻ്റെ അന്ന് ഹാപ്പി വിഷു പറയാൻ പോലും നിങ്ങൾ വിളിച്ചില്ലല്ലോ എന്ന് പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അഭി അങ്ങോട്ട് വന്നിട്ട് നിനക്ക് വിഷു കൈനീട്ടം തരികയും സമ്മാനങ്ങൾ തരികയൊക്കെ ചെയ്തില്ലേ, പിന്നെന്തിനാണ് ഞാൻ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമെന്ന് പറയും. എന്നാലും നിങ്ങളുടെ മകൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിൽ കിടക്കുന്നത്, അപ്പം നിങ്ങൾക്ക് വിളിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമൊക്കെ ഇല്ലെന്ന് ചോദിക്കും. ഇപ്പം അതൊന്നൊക്കെ ഇരിക്കട്ടെ, നീ എന്നെ കാണിക്കാൻ എന്നെ വിളിച്ചെന്ന് ചോദിക്കും. ഉടനെ പറയും, എനിക്ക് ഇപ്പം ഉണ്ണിയപ്പം തിന്നാനായിട്ട് കൊതി വരുന്നുണ്ടെന്ന് പറയും. അതിനെന്താ ഇച്ചിരി ഉണ്ണിയപ്പം മേടിച്ച് തരാൻ ഞാൻ അഭിയോട് പറയാമെന്ന് പറയും. അഭിയുടെ കയ്യിൽ നിന്ന് ഉണ്ണിയപ്പം മേടിച്ച് തിന്നാനാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന് പറയും. അന്നേരത്തേന് ഞാനോ, അതെ നിങ്ങൾ തന്നെ എനിക്ക് ഉണ്ണിയപ്പം വേണം, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരണം, ഇവിടെ കൊണ്ടു തരണമെന്ന് പറയും. അന്നേരത്തേന് പറയുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങുന്നതൊക്കെ ചോദിക്കും. അത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും ഇറങ്ങിക്കണം, ഇവിടെ വന്നിരിക്കണമെന്നൊക്കെ നവ്യെ ഭീഷണിപ്പെടുത്തും. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അമ്മയുടെ ബാഗിനകത്ത് ഒരു മാല കൊണ്ട് വെക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ ഞാൻ മുത്തശ്ശൻ്റെ ഫോണിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേനും ആദ്യം ജലജ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് നവ്യോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തെന്ന്.
ഞാനങ്ങനെ ചെയ്യുമെന്ന് ഓർത്തിരുന്നതാണ്, പിന്നെ ഞാൻ ചെയ്തില്ല, നിങ്ങൾക്കൊരു പേടിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാന്ന് പറയും. എന്നിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ണിയപ്പമായിട്ട് ഇവിടെ വരണമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശരിക്കും ദേഷ്യം വരുവാണ് ജലജയ്ക്ക്. എന്നിട്ട് ജലജ പതുക്കെ ന്യൂട്രലിൽ ഇറങ്ങി വന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മ ഞാൻ നവ്യയുടെ വീട്ടിൽ വരെ പോയിട്ട് വരാം, നവ്യയെ പോയി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടൊന്നും ചെന്നില്ലല്ലോ എന്നൊക്കെ പറയും. പിന്നെ അവൾക്ക് ഇച്ചിരി പലഹാരമൊക്കെ മേടിച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പോവാന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങുന്നത്. നീ നിൻ്റെ മരുമോളെ സ്നേഹിക്കുന്നത് നല്ല കാര്യം തന്നെ, അതിന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, പോയിട്ട് വരാം, അവർ അനുവാദം കൊടുക്കും. അത് കഴിയുമ്പോഴത്തേന് ജലജ ചെല്ലുകയാണ് നവ്യയുടെ വീട്ടിലോട്ട്. അവിടെ ചെല്ലുമ്പോഴത്തേനും ഒരു കവറൊക്കെ തൂക്കിയാണ് വരുന്നത്. അന്നേരത്തേനും ഉടനെ കനക ഇറങ്ങി വന്നിട്ട്, ജലജയോ വാ, മോള് നോക്കിയിരിക്കുകയെന്ന് പറയും. അവൾക്ക് ഉണ്ണിയപ്പം തിന്നണമെന്ന് കൊതി പറഞ്ഞായിരുന്നല്ലോ, അതിനുവേണ്ടി ഇന്നാ ഉണ്ണിയപ്പം ബേക്കറിയിൽ നിന്ന് മേടിച്ചാന്ന് പറയും. ബേക്കറിയിൽ നിന്ന് മേടിച്ച ഉണ്ണിയപ്പമൊന്നും എൻ്റെ മോൾക്ക് വേണ്ട, ജലജ ഉണ്ടാക്കി കൊടുക്കുന്ന ഉണ്ണിയപ്പം മതിയെന്ന് പറയും. അതിനുള്ള സാധനമെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, ജലജ അങ്ങ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും. ഞാനെങ്ങനെ ഉണ്ടാക്കാനാന്ന് പറയും. ഞാനെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഇവിടെ അടുപ്പും അടുക്കളയൊക്കെ ഉണ്ടല്ലോ, സാധനങ്ങളും ഉണ്ട്, ജലജ അങ്ങ് ഉണ്ടാക്കിക്കോളാൻ പറയും. നീ അതിലും നല്ലതായിട്ട് ഉണ്ടാക്കുമല്ലോ എന്ന് പറയും. ഞാൻ ഉണ്ടാക്കുന്നതല്ല അവൾക്കിപ്പോൾ ആവശ്യം, ജലജ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് അങ്ങോട്ട് വന്ന് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ് ജലജ എണ്ണ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പം ഗോവിന്ദനും പറയുന്നുണ്ട്, ശരിയാ മോളുടെ ആഗ്രഹമല്ലേ ജലജ ഉണ്ടാക്കി കൊടുക്കാൻ, എന്നാലും നിങ്ങളൊരു ആണല്ലേ, നിങ്ങളിങ്ങനെ ഇവരൊക്കെ പറയുന്നതിനൊക്കെ കൂട്ടു നിൽക്കാവോ ഗോവിന്ദ എന്നൊക്കെ ചോദിക്കുകയാണ് ജലജ. ഇനിയിപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി താന്ന് പറഞ്ഞ് കനക കൊണ്ടുപോവുകയാണ് ജലജ അകത്തേക്ക്. അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേന് സാധനമൊക്കെ എടുത്ത് കൈ കൊടുക്കും. അവരുണ്ടാക്കാൻ തുടങ്ങുന്ന ഉടനെ പറയുന്നുണ്ട്, നീ സൂക്ഷിച്ചൊക്കെ ഉണ്ടാക്കണം കേട്ടോ ജലജ, കാരണം എൻ്റെ മോള് വയറ്റിലൊരു കുഞ്ഞൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്, അപ്പം നിൻ്റെ അടുത്ത് തന്നെ ഇരുന്നില്ലെങ്കിൽ നീ എന്തെങ്കിലും മായം അതിനകത്ത് കലർത്തിയാലോ എന്നൊരു പേടി എനിക്കുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ദേഷ്യം വന്നിട്ട് കനക ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.